ഐറ്റംസ് ആണ്. അടുത്ത ഫ്രൂട്ട് ഏതാണെന്നറിയോ? അത് ബെറീസ് ആണ്. ഇത് യൂറിക് ആസിഡ് കുറയ്ക്കാൻ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഇതിൽ ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് ഒരുപാട് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ്. സിട്രസ് ഫ്രൂട്ടുകളാണ് അടുത്തത്. ലൈമ്, ഓറഞ്ച് അല്ലേ, ഇതുപോലത്തുള്ള ഫ്രൂട്ടുകളിലും വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കും. പൈനാപ്പിൾ നല്ല രുചിയുണ്ടല്ലോ. ഇതിൽ ബ്രൊമേലിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും യൂറിക് ആസിഡ് കുറയ്ക്കാനും സഹായിക്കുന്ന സംഭവമാണ്. നമുക്ക് സ്ഥിരമായി ലഭ്യമാവുന്ന ഈ ബനാന, അതിനും യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കും. ഇതിലും വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. നമ്മൾ അവക്കാഡോ കഴിക്കുകയാണെങ്കിൽ നമുക്കുള്ളൊരു മെച്ചം എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡ് പുറന്തള്ളാൻ സഹായിക്കുന്ന പൊട്ടാസ്യം ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ബനാനയിലും ഉണ്ട് കേട്ടോ. ഇനി വാട്ടർ മെലോൺ, വത്തക്ക, ഇതിൽ നമുക്കറിയാം ഒരുപാട് വെള്ളം അടങ്ങിയിട്ടുണ്ട്. ഈ ജലാംശം എന്തിനു സഹായിക്കും? നമ്മളുടെ യൂറിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കുന്ന മറ്റ് പഴവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? പപ്പായ, മുന്തിരി, ഇതിലൊക്കെ